പത്തനംതിട്ടയിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും റാന്നി ടൗണിൽ വ്യാപാരികളുടെ പ്രതിഷേധം തുടരുകയാണ്. മഴവെള്ളം കെട്ടിനിന്ന മേഖലകൾ ശുചീകരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഇല്ലെന്നതിനാലാണ് പ്രതിഷേധം. ശുചീകരണത്തിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നതാണ് വ്യാപാരികളുടെ ആവശ്യം. അതേസമയം ആറന്മുളയിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. രണ്ടെണ്ണം അധികമായി ആറന്മുളയിലേക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് എത്തിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് ഇനി കുറച്ചുകൂടെ ശ്രദ്ധ, കാരണം റാന്നിയിൽ അവിടെ ഇനിയിപ്പോൾ ഒരു പോസ്റ്റ് ഫ്ലഡഡ് ഓപ്പറേഷനാണ് വേണ്ടത്. പക്ഷേ ഇപ്പോഴും ആറന്മുളയിൽ വേണ്ടത് ഫ്ലഡഡ് ഓപ്പറേഷൻ തന്നെയാണ്. ആറന്മുളയിൽ ഫ്ലഡ് ഇറങ്ങാൻ 2 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആറന്മുളയിൽ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ കൂടുതലായി ചെലുത്തണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. റാന്നിയിൽ വേണ്ടത് ഇനി പോസ്റ്റ് ഫ്ലഡഡ് ഓപ്പറേഷൻസ് ആണ്, അത് ആ രീതിയിലാണ് എടുക്കേണ്ടത്. ഇവിടെ ഈ വെള്ളം ഇറങ്ങാൻ 2 ദിവസം കൂടി എടുക്കും. അപ്പോൾ വലിയ ആ ദുരന്തത്തെ നേരിടാൻ എല്ലാവരുടെയും, ഞാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥനയാണ്, ഉള്ളവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും കാരണം ഉണ്ടാകുന്നതാണ്. പ്രസാദ് MJ ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചതാണ്, റാന്നിയിൽ വെള്ളം ഇറങ്ങി, പക്ഷേ ആറന്മുളയിലേക്ക് ഇനി ഒഴുകിയെത്തുന്ന വെള്ളം ആറന്മുളയിൽ നിന്ന് ഇറങ്ങാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആറന്മുളയിൽ ഇപ്പോഴും ഈ ദുരന്തം എന്നത് പ്രളയം അല്ലെങ്കിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകേണ്ടത്. എന്നാൽ റാന്നിയിൽ ഇനി ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം വൃത്തിയാക്കുന്നതിനുള്ള, അതായത് ചെളി അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും വൃത്തിയാക്കി പഴയ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ളൊരു പ്രവർത്തനങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ വ്യാപാരികളുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. നിലവിൽ ഈ MLA അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ശുചീകരണത്തിന് ആവശ്യമായ മറ്റെന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അവരുടെ സർവ്വതും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതികരണം മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. 7-8 വർഷം മുമ്പാണ് മഹാപ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരുടെ വീണ്ടും അടിക്കടി അവരെ ദുരന്തങ്ങൾ വേട്ടയാടുമ്പോൾ അവര് എന്തെന്നില്ലാത്ത ഒരു പ്രതികരണം ആ ഒരു സമൂഹം, വ്യാപാര സമൂഹം ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്, നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത തരത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഈ നിലവിലെ ഈ ഭൂപ്രകൃതി അനുസരിച്ച് വരുമ്പോൾ ഈ റാന്നിയും ആറന്മുളയും പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. റാന്നിയിലെ നിലവിലെ ബസ് സ്റ്റാൻഡിന്റെ ഒരു 3 കിലോമീറ്റർ ഈ നദിക്ക് ഓരത്താണ് ഈ റാന്നി ബസ് സ്റ്റാൻഡും ഈ വ്യാപാര സമൂഹവും നില ചെയ്യുന്നത്. നദിയിൽ നിന്നും വെള്ളം പൊങ്ങി ഈ ബസ് സ്റ്റാൻഡിലേക്ക് വെള്ളം കയറിയാൽ ഈ വെള്ളം ഒഴുകി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ചിലപ്പോൾ മണിക്കൂറുകളോളം സമയം എടുക്കേണ്ടി വരും. അതിൽ നിന്നും വിഭിന്നമായി ആറന്മുളയിൽ എത്തുകയാണെങ്കിൽ ആറന്മുളയുടെ ഒരു സൈഡ് പുഞ്ചയാണ്. നദിയിൽ നിന്നും വെള്ളം കയറി ഈ സംസ്ഥാന പാതയിലൂടെ വെള്ളം ഒഴുകി അപ്പുറത്ത് നേരെ പുഞ്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ക്രമാനുസൃതമായി തന്നെ ആറന്മുളയിലേക്ക് പുഞ്ചയിലേക്ക് വെള്ളം ഒഴുകി പുഞ്ചയും പാടവും കൂടെ ഇപ്പോൾ ആറന്മുളയിൽ നദിയിലെ വെള്ളവും റോഡിലെ വെള്ളവും പുഞ്ചയിലെ വെള്ളവും ഒരുപോലെ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് MLA പറഞ്ഞത് റാന്നിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും നിലവിലെ വെള്ളവും ഇവിടെ 2 ദിവസം കൂടി ഈ വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിൽ ആറന്മുളയിൽ ഉണ്ടാകും. അതിന് അടിയന്തരമായി റവന്യൂ വകുപ്പിന്റെ സംയോജിതമായ ഇടപെടൽ ഉണ്ടാകും. ഇത് പറയാൻ കാരണം ഈ പെട്ടെന്നാണ് ഈ ക്യാമ്പുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം അപര്യാപ്തത അവിടെ ഉണ്ട്. നമ്മളെ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ വീട്ടിൽ കഴിഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ക്യാമ്പിലേക്ക് മാറ്റുമ്പോൾ അവിടെ കിടക്കാനുള്ള പായ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കാനുള്ള ഗ്യാസ്, വിറക്, പിന്നെ ഇതൊക്കെ അവിടെ ഈ ക്രമീകരിക്കുന്നതിന് മുമ്പായിരിക്കും ഈ ക്യാമ്പിലേക്ക് അഭയാർത്ഥികളെ എത്തിക്കുക. അഭയാർത്ഥികളെ എത്തിച്ച ശേഷം ചിലപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ചിലപ്പോൾ അവിടെ വെള്ളം കാണത്തില്ല, വൈദ്യുതി കാണത്തില്ല. ഇതൊക്കെ സ്വാഭാവികമായും ഒരു പ്രതികരണത്തിലേക്ക് ക്യാമ്പിലെ അപര്യാപ്തത ഉണ്ട്. പക്ഷെങ്കിൽ റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി ഒരു ക്രോഡീകരണത്തിന്റെ ഒരു അഭാവത അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം മറ്റ് ഈ ജീവിതശൈലി രോഗങ്ങളുമായി മരുന്ന് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് അവിടെ ഒരു ആരോഗ്യ വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരോടായിരിക്കും ഈ ക്യാമ്പിലുള്ളവർ പറയുന്നത് എനിക്ക് ഇനി ഇന്ന മരുന്നില്ലെന്ന്. പക്ഷെ അപ്പൊ അവര് നിലവിലെ ഡോക്ടർമാരോട് ചോദിക്കാതെ മരുന്ന് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ ഒരു അപര്യാപ്തത ക്യാമ്പിൽ ഉറപ്പായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഷേധമാണ് ആറന്മുളയിലെ ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നത്. മറ്റേ വിഭിന്നമായി റാന്നിയിലെ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ലക്ഷക്കണക്കിനുള്ള രൂപ മുടക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 2018 വെള്ളപ്പൊക്കമുണ്ടായി, 2019 അതിനുശേഷം പമ്പാ നദിയിൽ ശക്തമായി ഒരു മണിക്കൂറുകളോളം മഴ പെയ്തു കഴിഞ്ഞാൽ റാന്നി ടൗണിൽ വെള്ളം കയറുന്നതിനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാകണം. അതിൽ നിന്നും നഷ്ടപരിഹാരം ഇവരെ ആശ്വസിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ എത്തുന്നതിൽ ഒരു താമസത്തിന്റെ ഒരു വൈകാരിക പ്രകടനമാണ് അവിടെ കാണുന്നത്. രാവിലെ തന്നെ നമുക്ക് വിഷ്വലിൽ കാണാം. അവിടുത്തെ സ്ഥലം MLA പഴകുളം മധുവിന്റെ നേതൃത്വത്തിൽ അവിടെ റാന്നി പഴവങ്ങാടി രണ്ട് സ്ഥലത്താണ്, 2 പഞ്ചായത്താണ് ഈ റാന്നി ടൗണിലുള്ളത്. പഴവങ്ങാടി അങ്ങാടി പഞ്ചായത്ത്, അതില് ഈ പഴവങ്ങാടി പഞ്ചായത്തിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ആ പഴവങ്ങാടി പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്തതിനോടൊപ്പം തന്നെ വ്യാപാര സമൂഹത്തിലെ അവിടുത്തെ മാലിന്യങ്ങളൊക്കെ പുറത്തെടുക്കും തമ്മിലുള്ള ഒരു തർക്കമാണ് ഈ ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാരണമാവുന്നത്. അപ്പോൾ MLA പറയുന്നത് സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒരു ഏകീകരണം കൂടി കണക്കിലെടുത്ത് വേണം ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ. ഇപ്പോൾ ഈ ഡാമിലെ ചെളി കൂടിയാണ് ഈ പ്രദേശങ്ങളിലെ വെള്ളത്തിനോടൊപ്പം തന്നെ വന്നിട്ടുള്ളത്. അപ്പം ഈ ചെളി നീക്കം ചെയ്യാൻ ഫയർഫോഴ്സിന്റെയും മറ്റുമുള്ള ഒരു സംവിധാനം കൂടി ഏറ്റേണ്ടി വരും. ഈ നിലവിലെടുക്കുന്ന ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ആ സമയാനുസൃതമായി പുറത്തു കൊണ്ട് ഡംപ് ചെയ്യണം. അതിനുശേഷമായിരിക്കാം ഈ കടകളിലെയൊക്കെ എന്തൊക്കെ നഷ്ടപരിഹാരങ്ങളുണ്ട് ആ വ്യാപാര സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അടിയന്തരമായി അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു പ്രതിഷേധത്തിന് കാരണം. നിലവിൽ ഇന്ന് രാവിലെ തന്നെ കോഴഞ്ചേരി ടിവിയിൽ വെച്ചാണ് സ്ഥലത്തിന്റെ നമ്മുടെ ജില്ലയുടെ ചുമതല കൂടിയായിട്ടുള്ള മന്ത്രി PC വിഷ്ണുനാഥ് ആറന്മുളയിലും റാന്നിയിലും പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണം. ആ ഇടപെടൽ ആ വ്യാപാര സമൂഹത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രത്യേക പാക്കേജ് 2 MLA-മാരും ഭരണപക്ഷത്തെ 2 MLA-മാരും മന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അതിന് സംയോജിതമായ തരത്തിൽ തന്നെ ഒരു സംവിധാനം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നും വിഭിന്നമായി ഇനിയും നമ്മൾ ഈ വെള്ളം നദിയിലെ റാന്നിയിൽ നിന്നും താഴ്ന്ന വെള്ളം നേരെ പടിഞ്ഞാറോട്ട് ഒഴുകി കോഴഞ്ചേരി ആറന്മുളയിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്നും വെള്ളം വളരെയധികം സാവധാനത്തിലാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഈ വെള്ളം ഇറങ്ങി ചെല്ലുന്നത് തിരുവല്ല അപ്പർ കുട്ടനാടൻ മേഖലയുള്ള പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള തിരുവല്ല താലൂക്കിലാണ്. ഇപ്പോൾ തന്നെ അവിടെ അടിയന്തരമായി 1675 പേരെ ഏറ്റവും കൂടുതൽ ഈ അഭയാർത്ഥികൾ ഈ ക്യാമ്പിൽ താമസിക്കുന്നത് തിരുവല്ലയിലും മല്ലപ്പള്ളിയിലുമാണ്. തിരുവല്ലയിലെ ഏകദേശം 700 ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മണിമലയാർ കടന്നു പോകുന്ന മല്ലപ്പള്ളിയിലും ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് കാരണം പ്രായമായവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി മറ്റുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള അസ്വാഭാവിക വൈകാരികമായുള്ള ഒരു പ്രകടനം കൂടി പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതൊരു കോർഡിനേഷൻ തുടരുക. ഇപ്പോൾ പഴകുളം മധു MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം MLA. ഇപ്പോൾ എന്തായാലും ഈ റാന്നി ടൗണിൽ വ്യാപാരികൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള മേഖലകൾ ശുചീകരിക്കുന്നതിനായുള്ള സംവിധാനങ്ങളില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഉള്ളത്. ശുചീകരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഹലോ 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 കേൾക്കാമോ? സാർ, നിലവിൽ ഇപ്പോൾ റാന്നി ടൗണിൽ വ്യാപാരികളുടെ പ്രതിഷേധം അവർ ഈ മഴവെള്ളം കെട്ടിക്കിടന്ന ഭാഗങ്ങളിലെല്ലാം അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും എല്ലാം ഈ മഴവെള്ളം കെട്ടിക്കിടന്നുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അത് ശുചീകരിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ്. നിലവിൽ ഈ ശുചീകരണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ, സംവിധാനങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ ആ സ്പോട്ടിലുണ്ട്. രാവിലെ 7 മണി മുതൽ റാന്നി ബസ് സ്റ്റാൻഡിന് അകത്തെ ക്ലീനിങ്, റോഡിലെ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ നിന്ന് അത് ചെയ്തു പൂർത്തീകരിച്ചു. അത് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിനുശേഷം കടയ്ക്കകത്തുള്ള വെള്ളം കയറിയ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനുമായി അവരൊരു വാക്കുതർക്കം ഉണ്ടായി. അദ്ദേഹം ഇപ്പൊ തന്നെ മാറ്റണമെന്ന് പറഞ്ഞു. അവര് കണക്ക് തിട്ടപ്പെടുത്തിയാൽ മാറ്റാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിയെത്തി. അപ്പോൾ തന്നെ 7 മണി മുതൽ 10 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ ഉടൻ തന്നെ തിരിച്ചു വന്നു. ആ പ്രശ്നം സെറ്റിൽ ചെയ്തു. വ്യാപാരികൾ സൗകര്യപ്രദമായിട്ട്
അവർക്കകത്തുള്ള സാധനങ്ങൾ നീക്കം ചെയ്താൽ മതി എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചു. ഇപ്പൊ ആ പ്രശ്നമില്ല. ക്ലീനിങ്, പുറത്തുള്ള ക്ലീനിങ് മൊത്തം ഞങ്ങൾ ചെയ്തു. ഇന്ന് രാവിലെ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ആകെ കടകൾക്കകത്തുള്ള സാധനങ്ങൾ, വെള്ളം കയറിയ സാധനങ്ങൾ, മറ്റു സാധനങ്ങൾ ആ കണക്ക് തിട്ടപ്പെടുത്തണം. അതിനുശേഷം മാത്രമേ നീക്കൂ എന്നാണ് വ്യാപാരികൾ പറഞ്ഞത്. അവർ പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്, ഒരു ശരിയുണ്ട്. അതുകൊണ്ട് ആ ശരിക്കൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അവർക്ക് സൗകര്യപ്രദമായ സമയത്ത് അത് നീക്കം ചെയ്താൽ മതി എന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. റാന്നിയിൽ എന്തായാലും ഇപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഇനി അവിടെ ഈ മഴക്കെടുതിയുടെ ഭാഗമായി ദുരിതബാധിതർക്ക് മറ്റെന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടോ? ഇനി തുടർന്ന് ഈ ഒരു വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇനി നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? റാന്നി MLA പഴകുളം മധു ആണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. ഇത്തരത്തിൽ വ്യാപാരികളുടെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ 7 മണി മുതൽ MLAയും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ അവിടെ എത്തുകയും ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ് എന്നാണ് MLA നമ്മളോട് പറഞ്ഞത്. പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും MLA പറയുന്നത് അവിടെ ഇപ്പോൾ MLAയും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് എല്ലാം വൃത്തിയാക്കി മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നുള്ളതാണ്. റാന്നിയിൽ ഇനി തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും? അവിടെ പ്രധാനമായിട്ടും പമ്പ നദിയിലെ ജലനിരപ്പ് ഈ ഒരു 7-8 വർഷമായി നദിയിലെ മണ്ണെടുപ്പ്, അതായത് ഈ നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ ആവശ്യത്തിന് വേണ്ടി പമ്പ നദിയിൽ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണെടുക്കുന്ന ഒരു ദൈനംദിന പ്രക്രിയ ഉണ്ടായിരുന്നു. അത് ഈ നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ കാലാകാലങ്ങളിൽ മണ്ണെടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ ഏകദേശം ഒരു 10 വർഷത്തിലധികമായി നദിയിലെ മണ്ണെടുപ്പ് നിർത്തിവെച്ചതിന് കഴിഞ്ഞാൽ നദിയുടെ അടിത്തട്ട് ഇപ്പോൾ നിവർന്ന്, അതായത് ജലനിരപ്പിനേക്കാൾ ഈ മണ്ണ് വന്ന് നിവർന്ന് കഴിഞ്ഞതിനാൽ ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പമ്പാ നദിയിൽ നിന്നും വെള്ളം കവിഞ്ഞ് ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് റാന്നിയിലും മറ്റുമൊക്കെ പ്രദേശങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ എപ്പോഴും ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നദിയിലെ മണ്ണ് വരണമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഏകദേശം സ്വകാര്യ അയ്യപ്പ ഒരു സ്വകാര്യ ഡാം ഉൾപ്പെടെ 4-ലധികം ഡാമുകൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പദ്ധതിയായ മൂഴിയാറുണ്ട്, അതിനോടൊപ്പം തന്നെ കക്കിയുണ്ട്, കൊച്ചുപമ്പയുണ്ട്, മണിയാറുണ്ട്. ഈ ഡാമുകളിലെയൊക്കെ തന്നെ മണ്ണ് എടുത്ത് നീക്കം ചെയ്ത് കഴിയണം. അപ്പോൾ ഡാമുകളിൽ അധിക വെള്ളം നിയന്ത്രിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് അവര് അവകാശപ്പെടുന്നത്. അത് എത്ര കണ്ട് നമുക്കത് പ്രാവർത്തികമാക്കാമോ അതൊക്കെ കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ കൂട്ടായിട്ടുള്ള ഒരു ആലോചന ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ പെട്ടെന്നുള്ളൊരു പരിഹാരം കാണത്തുള്ളൂ. പിന്നെ റാന്നിയിലെ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം, അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയത്തില്ല. അവിടെ നിലവിലെ, അതായത് ഞാനത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആറന്മുളയിൽ വെള്ളം നദിയിൽ കയറി കഴിഞ്ഞാൽ ആ നദിയിലെ ജലം ഒഴുകിപ്പോകാൻ, പുഞ്ചയിലേക്ക് ഒഴുകിപ്പോകാൻ നിരവധി ചെറുതോടുകളും കൈത്തോടുകളും അല്ലെങ്കിൽ മറ്റ് ജല നിർഗമന ആഗമന പദ്ധതികളൊക്കെ തന്നെ ആറന്മുളയിലുണ്ട്. പക്ഷെ എങ്കിലും വെള്ളം ഇറങ്ങുന്നതിന്റെ ഒരു താമസം മാത്രമേ ആറന്മുളയുള്ളൂ. പക്ഷെ നിലവിൽ റാന്നിയിൽ അങ്ങനെ ഈ ടൗണിലും നമുക്കിപ്പം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും മറ്റും അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ടൗണിൽ വെള്ളക്കെട്ട് ഉണ്ടായി തന്നെ ഓടകളോ മറ്റുമൊക്കെ പൊളിച്ച് പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് വിടാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് റാന്നിയിലെ വെള്ളം തിരിച്ച് ഈ ഒഴുകിപ്പോകാനുള്ള ഒരു അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രക്രിയയുടെ ഒരു ഫലമാണ്. അതുകൂടിയാണ് ഈ വ്യാപാര സമൂഹം അനുഭവിക്കുന്നത് വേണം നമുക്കിപ്പോൾ പറയാൻ. ഇതിനെയൊക്കെ എത്ര കണ്ട് തന്നെ നമുക്ക് വാക്കുകളിൽ കൂടി നമുക്കിത് പറയെങ്കിലും ഇതൊക്കെ എത്രയൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാതെ ഇതിനെയൊക്കെ ഈ പൊതുസമൂഹത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം ഇനി അടുത്തുള്ള ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ദുരിതാശ്വാസ തുടർ നടപടിയിലേക്ക് എത്തണമെന്നാണ് അവിടുത്തെ പ്രതിഷേധക്കാരും വ്യാപാര സമൂഹവും നാട്ടുകാരും നമ്മളോടൊപ്പം പറയുന്നത്. ശരി പ്രസാദ്, റാന്നിയിൽ ഈ മഴവെള്ളം ഇറങ്ങിയെങ്കിലും അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വ്യാപാരികളുടെ അടക്കം പ്രതിഷേധം. നമ്മളോടിപ്പോൾ MLA അടക്കം പരിഹാരം കാണുന്നുണ്ട്, നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് എന്ന് തന്നെയാണ് MLA അടക്കം സൂചിപ്പിച്ചത്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.